നമ്മളെല്ലാ പുരുഷന്മാരും അതിജീവിതയുടെ കൂടെ തന്നെയാണെന്ന് നമ്മൾക്ക് വീണ്ടും വീണ്ടും വിളിച്ചു പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിജീവിതമാർക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്രഹസനം കാണിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവർക്കൊന്നും വേണ്ടത് അതിജീവിതയുടെ കൂടെയുള്ള സന്തോഷമോ കാര്യങ്ങളോ ഒന്നുമല്ല. അവർക്ക് ഇങ്ങനെ മീഡിയയിൽ ഇങ്ങനെ ഫെയിമായിട്ട് നിൽക്കണം, എല്ലാ ദിവസവും ചർച്ചയ്ക്ക് വരണം, അതുപോലെ പലരോടും പലതും വിളിച്ചു പറയണം എന്നുള്ള തരത്തിൽ. ഏതായാലും അത്തരത്തിൽ ഭാഗ്യലക്ഷ്മിയുടെ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടപ്പോൾ അവർ അതിജീവിതക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഫെയിമിന് വേണ്ടിയാണോ നിൽക്കുന്നത് എന്നുള്ള സംശയം പോലും നമുക്കുണ്ട്. കാരണം ഒരാൾ ഇങ്ങനെ പെരുമാറുന്ന എനിക്ക് തോന്നില്ല. ഏതായാലും അവരിപ്പോഴും പറയുന്ന ഒരു കാര്യം, അതായത് ഒരു വാർത്തയിൽ വായിച്ച ഒരു ഓൺലൈൻ മീഡിയയിൽ വന്നതാണ്, മലയാള സിനിമയിൽ പുരുഷാധിപത്യം വളർത്തിയത് മാധ്യമങ്ങൾ, അതിജീവിതയ്ക്ക് വേണ്ടി ആരും കൂടെ നിന്നില്ല. അതായത് മലയാള സിനിമയിൽ മാത്രമേ ഉള്ളൂ പുരുഷാധിപത്യം. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളൊരു കാര്യം ചെയ്യണം, അതായത് ഇപ്പോൾ പിന്നെ WCC എന്നൊക്കെ പറഞ്ഞ സംഘടനകളുണ്ട്, അതിൽ ഭാഗ്യലക്ഷ്മിയുടെ സ്ഥാനം എന്താണ്? അതിൽ ഭാഗ്യലക്ഷ്മി ഇപ്പോഴുണ്ടോ? അതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പുരുഷാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല സിനിമയാണെങ്കിൽ ഒരു പുരുഷൻ ഇല്ലെങ്കിലും എല്ലാവരും പോയി കാണും. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നല്ല അതായത് നായകന്മാരില്ലാതെ എത്ര സിനിമകളുണ്ട്. സത്യൻ അന്തിക്കാരൻ്റെ പിന്നെ ഉർവശിയും അതുപോലെ മീര ജാസ്മിനും അഭിനയിച്ച ഒരു സിനിമ, അതിൻ്റെ അകത്ത് എവിടെയാണ് നായകൻ? ആ വാവാവോ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുള്ള ഒരു സിനിമയാണ് ഞാൻ പറയുന്നത്. ആ സിനിമ വിജയിച്ചിട്ടില്ലേ? അതേപോലെ പല സിനിമകളും വിജയിച്ചിട്ടുണ്ട്. അവിടെ ഒന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായകന്മാരില്ല. അവിടെ മോഹൻലാലോ മമ്മൂട്ടിയോ ദിലീപോ ജയറാമോ ഉള്ളത് കൊണ്ടല്ല ആ സിനിമ വിജയിക്കുന്നത്. അതൊരു കഥയാണ്. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് എവിടെയും എത്താൻ കഴിയുന്നില്ലെങ്കിൽ അപ്പോഴും പറയുകയാണ് അത് പുരുഷാധിപത്യമാണ്. ഇപ്പൊ മോഹൻലാലോ അല്ലെങ്കിൽ മമ്മൂട്ടിയോ ജയറാമോ സുരേഷ് ഗോപിയോ ദിലീപ് ഇവരൊക്കെ ചെയ്യുന്ന പണി ഇപ്പൊ നമുക്കാർക്കും ചെയ്യാൻ കഴിയോ? അല്ലെങ്കിൽ സ്ത്രീകൾക്കാർക്കും ചെയ്യാൻ കഴിയോ? കമ്മീഷണർ എന്ന് പറയുന്ന സിനിമയിൽ സ്ത്രീകളെ വെച്ചിട്ട് ഇപ്പൊ കമ്മീഷണർ ആക്കാൻ കഴിയോ? അതുപോലെ തന്നെ ആറാം തമ്പുരാന്റെ അകത്ത് ജഗന്നാഥൻ എന്നുള്ളതിൽ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ പേരും വെച്ചിട്ട് ഒരു വർമ്മയാക്കി കഴിഞ്ഞാൽ അത് അങ്ങനെ ആവോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വാദനത്തിലാണ്, അല്ലാതെ ചില ആൾക്കാരുടെ ഈഗോയും പിന്നെന്ന് പറഞ്ഞാൽ അവരുടെ ഇതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഭാഗ്യലക്ഷ്മി ഇപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളൊക്കെ 150 രൂപ കൊണ്ടുപോയി കളയുന്നത് വെറുതെ അല്ല. അവിടെ നമുക്ക് കാണണം, രസിക്കണം, അതാണ് വേണ്ടത്. അവിടെ ഇപ്പോഴും പുരുഷന്മാരായാലും സ്ത്രീകളായാലും ആരായാലും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ പുരുഷാധിപത്യമാണ് സ്ത്രീയാധിപത്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വെറുപ്പിക്കുന്ന ഒന്ന് നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ആദ്യം തന്നെ അറിയാം, അതായത് ഇവരുടെ ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അതിജീവിതയോടുള്ള പ്രശ്നമൊന്നും അല്ല. ഇവർക്ക് അന്ധമായ, എനിക്ക് തോന്നുന്നത് ആണുങ്ങളോടുള്ള വിരോധമാണ് എനിക്ക് തോന്നുന്നത്. പഴയ കാലത്ത് ഇവരുടെ പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം. അതായത് ഇവർ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞതാണ്, കാറിൽ പോകുമ്പോൾ വഴിക്ക് മൂത്രമൊഴിക്കുന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചവിട്ടാൻ തോന്നാറുണ്ട് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വിമർശിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടുകൂടിക്കോ, പക്ഷേ എങ്കിൽ എന്താണ്, ഇതൊരു തരം വെറുപ്പിലേക്ക് പോകാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ആണുങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് അല്ലെങ്കിൽ മോശക്കാരാണ് എന്നുള്ള ഒരു ചിന്താഗതിയിലൂടെ നമ്മൾ പോകാൻ പാടില്ല. വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ഒരുപോലെ ഒന്നല്ല. ഇപ്പോഴെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിന് സപ്പോർട്ടോ അല്ലെങ്കിൽ അതിജീവിതക്ക് സപ്പോർട്ടോ ഒന്നുമല്ല. ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ദിലീപിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിജീവിതയെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ സത്യങ്ങൾ വിളിച്ചു പറയുന്നിടത്താണ് നമ്മൾ നിൽക്കേണ്ടത്. എന്താണ് സത്യം എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, പൾസർ സുനി എന്ന് പറയുന്ന ഒരുത്തൻ വെറുതെ പോയിട്ട് അത് ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഉള്ളിൽ കളിച്ചത് ആരാണ്? അതാണ് കണ്ടുപിടിക്കേണ്ടത്. അയാളിലേക്കാണ് കൃത്യമായിട്ട് എത്തേണ്ടത്. അല്ലാതെ പല കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടും പല കാര്യങ്ങളും ഇല്ലാതെയും കൊണ്ടുപോയിട്ട് കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, അതൊരു തെളിവല്ല. നമ്മൾ കോടതിയെ കുറ്റം പറയുന്നതിന് മുന്നേ അവിടെ കൊണ്ടുകൊടുത്ത തെളിവുകൾ എന്തൊക്കെയാണ് അവർ ചെയ്തത്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ നമ്മൾ എല്ലാ കാര്യത്തിലും പോയിട്ട് കോടതിയെ മാത്രം കുറ്റം പറഞ്ഞ് എന്ത് കാര്യമാണ്? ഇപ്പോഴത് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഭാഗ്യലക്ഷ്മി അന്ന് കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് ദിലീപിനെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഇന്നലെ പറയുന്നത് കേട്ടു, ദിലീപ് ഒരുപക്ഷെ അടുത്ത മഞ്ജു വാര്യരായിരിക്കും എന്നൊക്കെ പറയുന്നിട്ട്. എന്തൊരു വൃത്തികെട്ട വാക്കാത്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇവിടെ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഭാഗ്യലക്ഷ്മിയുടെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ ആരാന്ന് ആരോ ചോദിക്കുന്നത് കേട്ടു, അതായത് വേടന് അവാർഡ് കൊടുത്തപ്പോൾ നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നോ? അതുപോലെ ഇപ്പോഴും ഒരു MLA-ക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയൊക്കെ എടുക്കുന്ന ഒരു സംവിധായകൻ MLA, അയാൾക്കെതിരെ ഒരു ആരോപണം വന്നിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇയാളുടെ ഈ പിന്നെ ബസ്സിൽ സഞ്ചരിക്കുമ്പോഴുള്ള സിനിമ വെക്കുന്നതിനെ പറ്റിയിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയും? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കേസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വഴിക്കും, സിനിമയും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വഴിക്കുമാണ് നീങ്ങേണ്ടത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു സിസ്റ്റം മുഴുവൻ
അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ മുഴുവൻ മോശമാണെന്ന് പറയുന്നതിനോട് എനിക്ക് ഒരിക്കലും യോജിപ്പില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ള ആൾക്കാർ അതിജീവിതയോടെ നിൽക്കുന്നത് പോലെ തന്നെ നമ്മളിൽ ഒരുപാട് ആൾക്കാർ, അതായത് എനിക്ക് തോന്നുന്നത് കേരളത്തിലുള്ള ഒരു 3/4% ആൾക്കാരും ഇപ്പൊ അതിജീവിതയുടെ കൂടെ തന്നെയാണ്. അവർക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾക്കാർക്കും ദിലീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അളിയനോ മച്ചമ്പിയോ ഒന്നുമല്ല. ദിലീപ് ആയാലും ശരി, ആരായാലും ശരി, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കോടതിക്ക് പോലും കാണാൻ കഴിയാത്ത തെളിവുകളൊന്നും നമ്മളെ കയ്യിൽ ഇല്ലാതാനും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പലതരത്തിലും തെളിവ് ശേഖരിക്കാൻ കഴിയും. ദിലീപ് തന്നെയാണ് കുറ്റവാളി എന്ന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അത്ര വലിയ അങ്ങ് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പൾസർ സുനിക്ക് വന്ന പൈസയുടെ കണക്ക് എവിടുന്നാണ് പൾസർ സുനിക്ക് ഇത്രയും നല്ല ജീവിതം നയിക്കേണ്ട പൈസ വന്നിരിക്കുന്നത്? ഇതൊക്കെ നോക്കിയാൽ തന്നെ ആരാണ് പൈസ അയച്ചു കൊടുത്തതെന്ന് നോക്കിയിട്ട് ആ അയച്ചു കൊടുത്തവനെ 2 കൊടയിൽ കുടഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മണി പോലെ പറയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുരുഷാധിപത്യം എന്നൊന്നും പറഞ്ഞിട്ട് മലയാള സിനിമ അങ്ങനെ ആക്കരുത്. ഇത് ഇനിയും ഒരുപാട് പേര് ഇപ്പം മലയാള സിനിമയിലേക്ക് വരുന്നതാണ്. പിന്നെ സിനിമ എന്ന് പറയുന്നത് എല്ലാ കള്ള നാണയങ്ങളുമുള്ള ഒരു സംഭവമാണ്. അല്ലാതെ മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോക സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളന്മാരില്ലാത്ത സ്ഥലമൊന്നുമല്ല. എല്ലാ തരത്തിലുള്ള കള്ളന്മാരും എല്ലാം വരുന്നത് തന്നെ സിനിമയിൽ തന്നെയാണ്. ആ സിനിമ എന്നിട്ട് ഇവിടെ എന്താ പറയേണ്ടത്, ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ എത്ര ആരോപണം നേരിട്ട നടന്മാരുണ്ട്. അവർക്കൊന്നും ഒരു പ്രശ്നവും കാണുന്നില്ല. അവർ പോകുമ്പോഴാരും ഒന്നും പറയുന്നുമില്ല. അവരെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തുന്നുമില്ല. ഒന്നും ചെയ്യുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ദിലീപിനെതിരെ മാത്രം ഇങ്ങനെ വന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിട്ട് അതിൻ്റെ ആളെ പിടികൂടുന്നതിന് പകരം ഒരാളിലേക്ക് കേന്ദ്രീകരിച്ച് അയാൾ തന്നെയാണ് കുറ്റവാളി എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ തിരുത്തുക. അതിന് തയ്യാറായിട്ടില്ലെങ്കിൽ ഇത് ആണുങ്ങളുടെ ഇടമാണെന്ന് പറയുക. ഏതായാലും ഭാഗ്യലക്ഷ്മി പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ന്യൂസ് പേപ്പർ എഴുതിയത് ഇങ്ങനെയാണ്: തിരുവനന്തപുരം മലയാള സിനിമയിലെ പുരുഷാധിപത്യത്തെ വിമർശിച്ചും സിനിമാ താരങ്ങളെ സ്റ്റാർ പദവിയിലേക്ക് ഉയർത്തിയത് മാധ്യമങ്ങളാണെന്നും തുറന്നടിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. ഒരു പെൺകുട്ടി ഇത്രയും വലിയ പോരാട്ടം നടത്തിയിട്ടും കേസിൽ പ്രതിയായ വ്യക്തി ട്രെയിലർ കൂട്ടിൽ നിന്നും രക്ഷപ്പെട്ടതെന്നും അയാൾ വീണ്ടും ജനപ്രിയ നായകൻ എന്ന നിലയിൽ ആഘോഷിക്കപ്പെടുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. അതൊക്കെ അയാളുടെ കഴിവാണ്. അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ദിലീപിനെ പറ്റിയായിരിക്കും പറയുന്നത്. ഇത് ഒരാളുടെ മാത്രം കുറ്റമല്ല, സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഇതാണ് സിനിമാ മേഖലയിലെ അവസ്ഥ. ഇത് മാറണമെങ്കിൽ പൊതുജനങ്ങളും മാധ്യമങ്ങളും വിചാരിക്കണം. തിരുവനന്തപുരത്തെ IFFK ഓപ്പൺ ഫോറം വേദിയിൽ സംസാരിക്കുകയായിരുന്നു ഭാഗ്യലക്ഷ്മി. ആദ്യകാലങ്ങളിൽ മലയാള സിനിമയിൽ പുരുഷാധിപത്യം ഉണ്ടായിരുന്നില്ലെന്നും അത് വളർത്തിയെടുക്കുന്നതിൽ മാധ്യമങ്ങൾക്കും വലിയ പങ്കുണ്ടെന്നും ഭാഗ്യലക്ഷ്മി ആരോപിച്ചു. ഏതാണ് ഈ മാധ്യമം? മാറേണ്ടത് മാധ്യമങ്ങളാണെന്ന് പറയുന്നു. സത്യസന്ധമായിട്ട് ഇവിടെ ഏത് മാധ്യമമാണുള്ളതെന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. സത്യസന്ധമായിട്ട് വാർത്ത ചെയ്യുന്ന ഏതെങ്കിലും ഒരു മാധ്യമമുണ്ടോ? ഇവിടെ പല കേസുകളിലും വരുമ്പോഴേ അവരുടെയൊക്കെ കേസുകൾ മൂടിവെക്കാനല്ലേ മാധ്യമങ്ങൾ ശ്രമിക്കാറ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. തങ്ങൾക്ക് പരസ്യം കിട്ടുന്ന കേസിലെ മുതലാളിമാർ ഏത് അവസ്ഥയിലുള്ളതാണെങ്കിലും മാധ്യമങ്ങൾ പിന്നെ അയാൾക്കെതിരെ മോശമായിട്ടുള്ള ഇത് കൊടുക്കോ? ഒരിക്കലും കൊടുക്കത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ മാധ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബിസിനസ് തന്നെയാണ്. അല്ലാതെ മാധ്യമ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും നന്നാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നൊന്നുമല്ല. ഇപ്പൊ ഇവിടെയുള്ള മുഖ്യധാര മാധ്യമങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് വേണ്ടിയിട്ട് തന്നെയാണ്. അവർക്ക് വേണ്ടത് വ്യൂവർഷിപ്പ് തന്നെയാണ്. അവർക്ക് വേണ്ടതും പണം തന്നെയാണ്. അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും പണം തന്നെയാണ്. റിപ്പോർട്ടർമാർ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുമ്പോൾ വെറുതെ റിപ്പോർട്ട് ചെയ്യില്ല. നല്ല ശമ്പളം കൊടുക്കണം, അതുപോലെ തന്നെ നല്ല വാഹനം കൊടുക്കണം, നല്ല കാര്യങ്ങളൊക്കെ കൊടുക്കണം, ക്യാമറ കൊടുക്കണം, ക്യാമറ അസിസ്റ്റന്റ് കൊടുക്കണം, എല്ലാ കാര്യങ്ങളും വേണം. ഒരു റിപ്പോർട്ടർ കൂടെ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 3-4 ആൾക്കാരുണ്ടാകും. അവരുടെ ശമ്പളവും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇങ്ങനെ പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നടക്കൂല. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പണമാണ് വേണ്ടത്. ആ പണത്തിന് വേണ്ടിയിട്ടുള്ള വ്യൂവർഷിപ്പ് ഉണ്ടാക്കാനായി ഇവരൊക്കെ നോക്കുക. ഇനി അടുത്തത്, നടി ആക്രമിക്കപ്പെട്ട സംഭവം സൂചിപ്പിച്ചുകൊണ്ട് അതിജീവിത ഇന്ന് അനുഭവിക്കുമ്പോൾ ഒരു സംഘടനകളും അവളെ ആശ്വസിപ്പിച്ചില്ല, ചേർത്ത് പിടിച്ചില്ല, ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ല. അവളോടൊപ്പം എന്ന് പറയുക മാത്രമാണ് ചെയ്തത്. എന്താണ് അവളോടൊപ്പം? അവളുടെ കൈപിടിച്ച് ആരും ഞങ്ങൾ കൂടെയുണ്ടെന്നും പറഞ്ഞിട്ടില്ല. ഭാഗ്യലക്ഷ്മി പറഞ്ഞു. അത് ആദ്യം തന്നെ ചോദിക്കേണ്ടത് അവളോടൊപ്പം എന്ന് പറയുന്ന കുറച്ച് യുവ നടന്മാരുണ്ടായിരുന്നു. പിന്നീട് യുവ നടന്മാർ എത്ര പേര് അവളോടൊപ്പം നിന്നവർക്ക് ജോലി കൊടുത്തു? അവളോടൊപ്പം നിന്ന് ഒരാൾ പോലും അവിടെ പച്ച പിടിച്ചിട്ടില്ല. അതിൽ നിന്നും അവളോടൊപ്പം ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ് അവിടുന്ന് ചാടിയ മഞ്ജു വാര്യർ മാത്രമാണ് രക്ഷപ്പെട്ടത് എന്ന് എനിക്ക് പറയാനുള്ളൂ. രമ്യ നമ്പീശനായാലും റിമ കല്ലിങ്കലായാലും അതുപോലെ തന്നെ പാർവതി തിരുവോത്തായാലും ഇവരൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ച് നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്താണ് അവളോടൊപ്പം പോയത്. അതോടുകൂടിയിട്ട് അവരുടെ
അധോഗതിയും തുടങ്ങി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരൊന്നും ഇന്ന് സിനിമയില്ലാതെ ഒരു ഫെയിം ഇല്ലാതെ എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ ആക്കിയത്? ആരാണ് അവരെ ആക്കിയത്? പുരുഷ മേധാവിത്വം ഇതൊന്നുമല്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസിക്കാനുള്ളതാണ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലൂടെ പോകുന്നതാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ആണ് പെണ്ണെന്നിൽ വ്യത്യാസമൊന്നുമില്ല. പിന്നെ എല്ലാ തരത്തിലും ആണുങ്ങളെ കുറ്റം പറയുന്നവരെ എല്ലാവരും ഒരു കണക്കിലൊക്കെ വെറുത്തുപോകും. അത് തന്നെയാണ് ഈ പല ആൾക്കാർക്കും ഇതായത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഭാഗ്യലക്ഷ്മിയുടെ ഈ കാര്യം നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയ ഭാഗ്യലക്ഷ്മി നീങ്ങുന്നത് ശരിയാണ്, നല്ല രീതിയിൽ തന്നെ അതിജീവിതമൊക്കെ. പക്ഷെ അപ്പോഴും അവർ പറയുമ്പോഴും അവരുടെ ആ ഒരു മുഖത്തുള്ള ഇതും എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ എന്താണ്, അവർക്ക് വിരോധം വെച്ചിട്ട് അവർ പെരുമാറുന്നത് പോലെയാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത് കേട്ടാ. ഇനി മറ്റു പലർക്കും വല്ലതും തോന്നിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ മലയാള സിനിമയാണ്. ആ മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും പണം തന്നെയാണ് വേണ്ടത്. കോടികൾ മുടക്കുമ്പോഴെന്ന് പറഞ്ഞാൽ കോടികൾ തിരിച്ചു പിടിക്കാൻ തന്നെയാണ് എല്ലാവരും നോക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതേ നിങ്ങളുടെ ആൾക്കാരല്ലേ, ഇപ്പൊ ലാലേട്ടനല്ലേ, ലാലേട്ടൻ ഇപ്പൊ അമ്മയുടെ ആളാണ്. ഈ ലാലേട്ടൻ പോയിട്ട് ദിലീപിന്റെ പടത്തിൽ അഭിനയിച്ചിട്ടില്ലേ? അപ്പൊ ദിലീപിന്റെ പടത്തിൽ അഭിനയിക്കാൻ പാടില്ല എന്ന് പറയണ്ടേ? എന്നാല് അതൊന്നും പറയാനുള്ള ധൈര്യമൊന്നും ആർക്കും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തിനധികം പറയുന്നത്, പണ്ട് ജഗതി ഇതുപോലൊരു കേസ് പെട്ടിരുന്നു. ജഗതിനെ പോലീസ് കുറ്റമുക്തനാക്കി, കോടതി കുറ്റമുക്തനാക്കി, കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു. പക്ഷെ ജഗതി ചെയ്തിട്ടുണ്ട്, ജഗതി പണത്തിന്റെ പേരിലാണ് പുറത്തു വന്നത്. അന്ന് ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ഭാഗ്യലക്ഷ്മി അത് കഴിഞ്ഞതിന് ശേഷം ജഗതിയെ ഉപരോധിക്കാൻ പറയുന്നത് എവിടെയും കേട്ടിട്ടില്ല. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഭാഗ്യലക്ഷ്മി പിന്നെ എന്താ പറയണ്ടത്, ഈ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണെങ്കിലും അതിൽ ഒരു വിരോധം കാണുന്നുണ്ടോ, അത് എന്തുകൊണ്ടാണ്, അത് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതൊക്കെ കറക്റ്റായിരിക്കും. ഞാനിതൊരു വലിയൊരു എന്താ പറയേണ്ടത് കുറ്റപ്പെടുത്തലായിട്ടല്ല പറയുന്നത്, ഇതൊരു വിമർശനമായിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയൊരു സംഭവം മാത്രമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.